ഇന്നത്തെ വീഡിയോ തമിഴ്നാട്ടിലെ 2 ജില്ലകളെക്കുറിച്ചാണ്. വില്ലുപുരം, ചെങ്കൽപ്പെട്ട്. പെരമ്പലൂരിൽ നിന്നും 1:45 തിരിച്ച് വില്ലുപുരം എത്തിയപ്പോഴേക്കും 3:45 മണിയായിരുന്നു. 58 കിലോമീറ്ററാണ് പെരമ്പലൂർ ടു വില്ലുപുരമുള്ള ഡിസ്റ്റൻസ്. വില്ലുപുരത്തിൽ നിന്നും ചെങ്കൽപ്പെട്ട് വരെ 106 കിലോമീറ്ററാണ് ദൂരം. തിരുവനന്തപുരത്ത് നിന്നും വില്ലുപുരം വരെ 610 കിലോമീറ്ററാണ് ദൂരം. സമയം 3:45. വില്ലുപുരവും ചെങ്കൽപ്പെട്ടും സന്ദർശിച്ച ശേഷം ഇന്ന് തന്നെ ചെന്നൈയിൽ എത്തിച്ചേരണമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. വില്ലുപുരത്ത് നിന്നും 161 കിലോമീറ്റർ ഉണ്ട് ചെന്നൈക്ക്. ട്രിച്ചിയിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുമ്പോൾ 32 കിലോമീറ്റർ മാറിയാണ് വില്ലുപുരം സ്ഥിതി ചെയ്യുന്നത്. കടല്ലൂരിൻ്റെ ഭാഗമായിരുന്ന വില്ലുപുരം 1993 പ്രത്യേക ജില്ലയായി മാറിയത്. ഇതാണ് വില്ലുപുരം ടൗൺ. വിഴുപ്പുറം എന്ന പേരിലും അറിയപ്പെടുന്ന വില്ലുപുരം വിഴുപ്പരിയാർ എന്ന ഒരു വിഭാഗം ജനങ്ങളുടെ പേരിൽ നിന്നുമാണ് ഉണ്ടായത്. ചോളന്മാരുടെ അധീനതയിലായിരുന്ന വില്ലുപുരത്തിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണമാണ് ജിഞ്ചി ഫോർട്ട്. 12-ാം നൂറ്റാണ്ടിൽ കോനാർ രാജവംശം നിർമ്മിച്ച ഈ കോട്ട ഏഷ്യയിലെ ട്രോയ് എന്നറിയപ്പെടുന്നു. 2025 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ സെഞ്ചിക്കോട്ട എന്ന പേരിലും അറിയപ്പെടുന്ന ഈ കോട്ട വില്ലുപുരത്തു നിന്നും 38 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. രാജഗിരി, കൃഷ്ണഗിരി, ചന്ദ്രഗിരി എന്നീ 3 കുന്നുകളിലായി വ്യാപിച്ചിടക്കുന്ന ഈ കോട്ട ചെങ്കിക്കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നു. വില്ലുപുരം ഒന്ന് കറങ്ങി കണ്ടു കഴിഞ്ഞു വന്നപ്പോഴേക്കും സമയം 4:30 ഇത് വില്ലുപുരം സിറ്റിയിലെ തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് സ്റ്റേഷനാണ്. നേരം വൈകുന്നതിന് മുമ്പേ ചെങ്കൽപ്പെട്ടെത്തണം. ഇവിടെ നിന്ന് 106 കിലോമീറ്ററാണ് ചെങ്കൽപ്പെട്ടിന്. പോണ്ടിച്ചേരിക്ക് പോകുന്നതിന് ഇവിടെ നിന്ന് വെറും 40 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. വില്ലുപുരത്തു നിന്നും ചെങ്കൽപ്പെട്ടിലേക്ക് പോണ വഴിക്കാണ് ശരവണ സ്റ്റോഴ്സിൻ്റെ വലിയൊരു ഷോറൂം കാണാനിടയായത്. പോത്തീസ്, രാമചന്ദ്ര അതുപോലുള്ള ഒരു വലിയൊരു ബിസിനസ് സ്ഥാപനമാണ് ചെന്നൈ കേന്ദ്രമാക്കിയുള്ള ശരവണ സ്റ്റോഴ്സ്. 4:15 മണിയോടുകൂടി വില്ലുപുരത്തു നിന്നും തിരിച്ചും ചെങ്കൽപ്പെട്ട് എത്തിയപ്പോഴേക്കും 7:15. ഇവിടെ നിന്നും ചെന്നൈക്ക് ഇനി 50 കിലോമീറ്റർ ഉണ്ട്. ചെങ്കൽപ്പെട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രം മാമല്ലപുരം അല്ലെങ്കിൽ മഹാബലിപുരമാണ്. ചെങ്കൽപ്പെട്ടിൽ തങ്ങിയ ശേഷം രാവിലെ മഹാബലിപുരം കാണാമെന്ന് തീരുമാനിച്ചു. ഗേറ്റ് വേ ഓഫ് ചെന്നൈ എന്നറിയപ്പെടുന്ന ചെങ്കൽപ്പെട്ട് 2019 പ്രത്യേക ജില്ലയായി മാറിയത്. പല്ലവന്മാരുടെ അധീനതയിലായിരുന്ന ഈ ജില്ല പാറക്കെട്ടുകൾ ചെത്തിയുണ്ടാക്കിയ ക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമാണ്. ചെങ്കൽപ്പെട്ടിലെ ഒരു പുരാതനമായ തുറമുഖ നഗരമാണ് പല്ലവ രാജാവായ മാമല്ലൻ്റെ പേരിൽ അറിയപ്പെടുന്ന മാമല്ലപുരം അല്ലെങ്കിൽ മഹാബലിപുരം. പാറക്കെട്ടുകൾ ചെത്തിയുണ്ടാക്കിയ ക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ ഈ സ്ഥലം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. പാറ തുരന്ന് നിർമ്മിച്ച പല ശില്പങ്ങളും അപൂർണമായ പല ശൈലിയിലുള്ളതുമായ ശില്പങ്ങളും ഇവിടെ കാണാൻ കഴിയും. അതിനാൽ പല്ലവ രാജ്യത്തെ ഒരു ശില്പകലാ വിദ്യാലയം ആയിരുന്നു ഈ സ്ഥലം എന്ന് കരുതപ്പെടുന്നു. ഒറ്റക്കല്ലിൽ 5 രഥങ്ങൾ പിരമിഡിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ കാണാൻ കഴിയും. ഈ ക്ഷേത്രങ്ങൾ പാണ്ഡവ ക്ഷേത്രങ്ങളായി കരുതപ്പെടുന്നു. മഹാബലിപുരത്തുള്ള ഈ രഥങ്ങൾ ദർശിക്കുന്നതിന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോ രഥത്തിലും പാണ്ഡവ രാജാക്കന്മാരുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. ഈ രഥങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഞാനിവിടെ വന്ന സമയത്ത് നിരവധി വടക്കേന്ത്യക്കാരും ഇവിടെ സന്ദർശിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. മഹാബലിപുരത്തുള്ള വഴിയോര കച്ചവടത്തിൽ ഭൂരിഭാഗവും കല്ലുകൾ ചെത്തിയുണ്ടാക്കിയ ഇതുപോലുള്ള രൂപങ്ങളാണ്. പല രീതിയിലുള്ള കരകൗശല വസ്തുക്കൾ ഇതിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഭീമാകാരമായ പ്രതിമകളും നൃത്തശില്പങ്ങളും ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ ഇതുപോലുള്ള കല്ലുകൾ കൊത്തിയുണ്ടാക്കുന്ന ശില്പങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ കടകളിൽ തന്നെ പല ഭാഗത്തും അവർ
ശില്പങ്ങൾ കൊത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചെങ്കൽപ്പെട്ടിൽ തന്നെ കാണാനുള്ള മറ്റൊരു കാഴ്ച ബട്ടർ റോക്കാണ്. കൃഷ്ണൻ്റെ വെണ്ണക്കല്ല് എന്നറിയപ്പെടുന്ന ഈ ബട്ടർ റോക്ക് വളരെ അത്ഭുതകരമായി പാറമുകളിൽ നിൽക്കുന്നതാണ്. കാലങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും ഇത് ഒരു സ്ഥാനചലനവും സംഭവിച്ചിട്ടില്ലാതെ നിൽക്കുകയാണ്. ജനങ്ങളുടെ സുരക്ഷാർത്ഥം 1908 ഗവർണറായിരുന്ന ആർതർ ഹല്ലോക്ക് ആനകളെ കൊണ്ട് കെട്ടിവലിച്ച് താഴെ എത്തിക്കാൻ നോക്കിയിട്ടും ആശ്രമം വിജയിച്ചില്ല. പ്രദേശവാസികൾ ഇതിനെ വാൻ ഇറൈ കല്ല് എന്ന് വിളിക്കുന്നു, അതായത് ആകാശത്തു നിന്നും വന്ന കല്ല് എന്നർത്ഥം. ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം ചെന്നൈയാണ്. ഇവിടെ നിന്നും 60 കിലോമീറ്റർ ദൂരമുണ്ട് ചെന്നൈക്ക്. കുറഞ്ഞത് 2 മണിക്കൂർ സമയമെങ്കിലും എടുക്കും. ചെന്നൈയിലെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.